പഴയ ആലുവ മൂന്നാർ രാജപാത യാത്രയ്ക്ക് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തിയ അവകാശ പ്രഖ്യാപന യാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്ത പോലീസ്. വനംവകുപ്പ് നടപടികളിൽ പ്രതിഷേധം. മാങ്കുളത്ത് ആലുവ മൂന്നാർ രാജപാത മാങ്കുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധത്തിൽ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ അവകാശ പ്രഖ്യാപന യാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്നാണ് ആലുവ മൂന്നാർ രാജപാത മാങ്കുളം ജനകീയ സമിതിയുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് മാങ്കുളം റേഷൻ കട സിറ്റിയിൽ നിന്ന് ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനത്തിൽ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. പന്തം കൊളുത്തിയുള്ള പ്രതിഷേധ പ്രകടനം ജനകീയ സമിതി കൺവീനർ ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നടക്കുവാനായിട്ട് വഴി നടക്കാനായിട്ട് അവകാശമില്ല എന്ന് പറയുന്നതിനെതിരെയാണ് ജനങ്ങൾ പ്രതികരിച്ചത്. അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിലാണ് 89 വയസ്സുള്ള അഭിവന്ദ്യ മുൻ പിതാവ് കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടില്, ഇടുക്കിയുടെ സമാരാധ്യനായ MP ഡീൻ കുര്യാക്കോസ്, കോതമംഗലത്തിന്റെ MLA ആന്റണി ജോണ്, അതുപോലെ തന്നെയുള്ള ജനപ്രതിനിധികൾക്കെതിരെ കള്ളക്കേസുകൾ എടുത്ത് അവര് രജിസ്റ്റർ ചെയ്തിരിക്കുക. മാങ്കുളത്തെ ആദ്യകാല കർഷകനായ PM മാത്യുവിന് ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ പ്രതിഷേധ പന്തം കൈമാറി. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, സമരസമിതി ഭാരവാഹികൾ, വ്യാപാരികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രകടനം പള്ളി സിറ്റിയിൽ സമാപിച്ചു. അവകാശ പ്രഖ്യാപന യാത്രയിൽ പങ്കെടുത്ത കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉൾപ്പെടെയുള്ള ആൾക്കെതിരെ കേസെടുത്ത വനവകുപ്പ് നടപടിയിൽ പ്രതിഷേധവുമായി ഇതിനോടകം കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപത കമ്മിറ്റിയടക്കം രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മാങ്കുളത്തും വിഷയത്തിൽ വലിയ പ്രതിഷേധം നടന്നത്. രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 16-ന് സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ നേതൃത്വത്തിൽ നടന്ന അവകാശ പ്രഖ്യാപന യാത്ര വൻ ജനമുന്നേറ്റമായി മാറിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.